ചേട്ടാ എങ്ങനെയുണ്ട്? അടിപൊളി സിനിമയാണ്. പിന്നെ നമ്മുടെ പാരഞ്ചിത്തിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് ഒരു കാര്യം പറയാനുണ്ട്, അത് കൃത്യമായിട്ട് പുള്ളി ഡീറ്റെയിലിംഗ് ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. അദ്ദേഹം അടിപൊളി ഡയറക്ടറാണ്. പിന്നെ ക്യാമറ വർക്ക് സൂപ്പറാണ്. പടം ഒരു അപ്പോകാലിപ്റ്റോ സിനിമയാണ്. ശരിക്കും ഇന്ത്യൻ സിനിമയിൽ അപ്പോകാലിപ്റ്റോ സിനിമയാണ് പറയുന്നത്. കാരണം ഒരു ഭാഗത്തെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് അത് വിശദീകരിച്ച് പറയുന്നുണ്ട്. ഈ പടം ശ്രദ്ധിക്കപ്പെടണം എന്നാണ് എൻ്റെ ആ കാലഘട്ടത്തെ ചിത്രീകരിക്കുന്നുണ്ട്. പുള്ളി പറയുന്നുണ്ട്, കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നെ കുറച്ച് യൂട്യൂബർമാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള വ്യക്തമായിട്ട് ഞാൻ കുറച്ച് മറച്ചു വെച്ചതാണ് പറയാണ്. ഈ പടത്തെ വിമർശിച്ച് നശിപ്പിച്ച് കളയരുത്. ഈ പടം എല്ലാവരും കാണണം, കണ്ട് വിജയിപ്പിക്കണം. വിക്രമിന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? വിക്രം അടിപൊളിയാണ്. ഞാൻ പറയാം, നാഷണൽ അവാർഡ് ഉറപ്പായിട്ട് എങ്ങനെ കണ്ടുവരുമെന്ന് അറിയില്ല. ഒരു ഇന്റർനാഷണൽ സ്റ്റഫ് ഫീലാണ്. ഒരു മാസ് KGF KGFിലേക്ക് എത്തിപ്പെടുന്ന ആൾക്കാരുടെ അത് കണ്ടുപിടിച്ച തന്നെ കഥയാണ്. സോ കുറച്ച് ഒരു മിത്ത് എന്താ പറയുക, ഒരു അതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ഹോളോനസ് ഉള്ളത് എങ്ങനെ കണ്ടുവരുമെന്ന് അറിയില്ല. സോ എനിക്ക് വെച്ചൊരു രീതി എത്തില്ല. ചിലർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. സ്ലോ പേസാണ്, സ്ലോ ബേണറാണ്. പക്ഷേ പെർഫോമൻസ് പാർവതി, പശുപതി എല്ലാവരും നോക്കുകയാണ്. ഓൾഡ് കമ്പനിക്ക് ഇപ്പോൾ റഷ്യൻ കണ്ടു ഒരുപാട് ഇമോഷൻസ് ഹിസ്റ്ററിക്കാണ്. എനിക്കൊരു 2 സിനിമയുടെ കഥ ഭയങ്കര ഫാസ്റ്റ് പിക്ചർ പറഞ്ഞത്. എനിക്ക് ഭയങ്കരമായിട്ട് KGF ഇഷ്ടപ്പെട്ടോ? വിക്രമിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? എന്തുകൊണ്ടാണ് ഇത്രയും സിനിമ ഇറങ്ങുന്നതിനുള്ള കൂട്ടത്തിന് തങ്ങലാൻ കാണുന്നത്? വിക്രം ഫാനാണോ? വിജയ് ഫാനാണോ? ഒരു ഭയങ്കര എക്സ്പെക്ടേഷൻ നമ്മളാരെ കുറിച്ച് മോശം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് നല്ലത് മാത്രം പറഞ്ഞാൽ മതി. നമ്മുടെ അല്ല അതാ ഞാൻ പറഞ്ഞത്, മോശം പറയാൻ താല്പര്യമില്ലാത്തോണ്ട് അത് പറയാനില്ല. അല്ലെങ്കിൽ നമ്മുടെ വിക്രത്തിന്റെ അഭിനയമൊക്കെ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അഭിനയം ഒക്കെ നമ്മൾ വിലയിരുത്താനായിട്ട് നമ്മൾ ആരും. പക്ഷെ നമ്മൾ കണ്ട ഒരു പ്രോഡക്റ്റ് വളരെ വിയേഡായിട്ട് എനിക്ക് തോന്നി. വളരെ വിയേഡായിട്ട് ഒരു പ്രൊഡക്റ്റാണ്. അറിയില്ല, മലയാളത്തിൽ നിന്ന് പാർവതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പാർവതിയുടെ ഒക്കെ പെർഫോമൻസ് അതൊക്കെ എങ്ങനെയുണ്ട്? ഇതെല്ലാം പറഞ്ഞു വെറുതെ നമുക്ക് ഒരാളെ കുറിച്ച് മോശം പറയാൻ താല്പര്യമില്ല. പിന്നെ പ്രത്യേകിച്ച് മോൾക്ക് ഇഷ്ടപ്പെട്ട പടം ചേച്ചിയുടെ അഭിപ്രായം തന്നെയാണോ? ഉള്ള പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെന്റൽ ടോർച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. ആക്ടിംഗ് വൈസ് വിക്രം പറഞ്ഞു എല്ലാവർക്കും നല്ലപോലെ. പക്ഷേ ഒരു പ്ലോട്ടും എന്തോ ഒരു മിസ്മാച്ച്, ഭയങ്കര ഒരു ഓവറായിട്ട്. ഏതെങ്കിലും സിനിമയായിട്ട് സാമ്യം തോന്നി അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. പിന്നെ പല സിനിമകളുടെ പ്രോത്സാഹനം അങ്ങോട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ള ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അപ്പം ബ്രിട്ടീഷുകാരുടെ ഭരണം കാണാനായിട്ട് എന്തെങ്കിലും മെസ്സേജ് അങ്ങനെ എന്തെങ്കിലും പൊളിറ്റിക്സ് വല്ലതും കൊടുക്കുന്നുണ്ടോ? പറയാനില്ല. നമുക്കൊന്നും പറയാൻ പറ്റുന്ന ഒരു ഇതല്ല. ഗോൾഡ് ഇപ്പോഴും ഈ ലോകത്ത് ഗോൾഡ് വാല്യൂടാണ്. പക്ഷേ അന്നും ഇന്നും ഒരേ ലെവലിൽ നിൽക്കുകയാണ്. അത് ബ്രിട്ടീഷുകാരുടെ പറഞ്ഞാൽ ഇപ്പം ഗോൾഡ് സ്മിത്തും ഗോൾഡ് കടകളുടെ ഷോറൂംസ് ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഒട്ടുമല്ല, എക്സ്പെക്ട് ചെയ്ത പോലെ അല്ല. കുറച്ചുകൂടെ നല്ല